തറവാടി വീഡിയോ കാണുന്ന എല്ലാ തറവാടികൾക്കും സ്വാഗതം. അപ്പോൾ തറവാടി ഗെയിമറുടെ നാട്ടിലെ ജീവിതം മൈൻക്രാഫ്റ്റ് കേരള സർവൈവൽ സീരീസിൻ്റെ എന്തൊക്കെ മണ്ടത്തരമാണോ ഞാൻ വിളിച്ചു പറയുന്നത്. മൈൻക്രാഫ്റ്റ് കേരള നാട്ടിലെ ജീവിതം സർവൈവൽ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഗൈസ്. നമ്മുടെ ഇൻട്രോ ബേസിക്കലി ഫുള്ളി തെറ്റിപ്പോയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല അല്ലേ ലു അല്ലേ. 8 എണ്ണം കൂടിയായി. നമുക്കിത് ഇതും കൂടി ബ്ലോക്ക് ആക്കാം. 8 = 16 അല്ല 18 അല്ലേ. ഓ അതിൻ്റെ മാത്തമാറ്റിക്സ് എന്താണ്? 36 ആവട്ടെ. നമുക്കപ്പോഴത്തേക്ക് ബാക്കി പണി എടുക്കാം ഗൈസ്. അല്ല ഇവിടെ അത് ഇങ്ങനെ നിൽക്കുന്നല്ലേ ഭംഗി. ഒരു വഴിയുണ്ട് ഗൈസ്. ഇങ്ങനെ ചെയ്തിട്ട് അവസാനം ഇങ്ങനെ ഒന്ന് ചെയ്താലോ. ഒന്നിങ്ങനെ തള്ളിക്കുന്ന മാതിരി ഭംഗി ഉണ്ടാവുക. അതായത് ചിലവർക്ക് ഒരു ഭാഗം തള്ളിക്കുന്ന രസം ഉണ്ടാവും. നമുക്ക് ഈ ഭാഗത്തും കൂടി വിട്ടോക്കാം. രസമുണ്ടല്ലേ ഗൈസ്. അവിടെ സ്റ്റെപ്പ് വെച്ചാൽ പോരുന്ന സ്റ്റെപ്പാണോ ഇതാണോ എക്സ്പെൻസീവ് നോക്കാം. അയ്യോ ഗൈസ് എൻ്റെ അടുത്ത് ഇപ്പോൾ ബ്ലോക്കൊന്നുമില്ല. ബ്ലോക്കൊക്കെ ഇനിയിപ്പോൾ കുക്കായി വരണം. നടക്കട്ടെ. ഞാൻ നമ്മുടെ പുതിയ വാണ്ടറിങ് ട്രേഡറിൻ്റെ അടുത്ത് വേണ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അവിടെ നിൽക്കടാ. എന്താണ് പ്രത്യേകിച്ച് താങ്കളുടെ അടുത്തുള്ളത്? വേണ്ട ഒന്നുമേ ഇല്ലേ. നമുക്ക് ഒരു പണിയാണ് ഈ 12 എണ്ണം വാങ്ങില്ലോ. ഏറെ വന്നാൽ 3 എണ്ണം. അതിൽ കൂടുതലൊന്നും വാങ്ങൂല. എന്തായാലും ഇതോന് വിൽക്കാം. കാരണം ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വാണ്ടറിങ് ട്രേഡർ വരികയാണെങ്കിൽ എന്തേ അവൻ്റെ അടുത്ത് കണ്ടോ 2 എണ്ണമൊക്കെ അവൻ വാങ്ങുള്ളൂ. അവൻ്റെ അടുത്ത് എന്തേലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കിൽ വേണ്ടേ ഗായ്സ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞേ ഇവനാകെ കുറച്ചെണ്ണേ വാങ്ങുള്ളൂ. വെറുതെ ആളെ മെനക്കെടുത്താൻ വേണ്ടിയിട്ടാണ് അവൻ്റെ ജീവിതം തന്നെ ഇവൻ ഒഴിച്ചിട്ടിരിക്കുന്നത്. ഇതോടെ ഫുള്ളാവട്ടെ. ഇത് ഫുള്ളാവട്ടെ. 16 എണ്ണമായി. സോ ഇതിനെ കൊണ്ട് നമുക്ക് സ്റ്റെയർ ഉണ്ടാക്കാം. സ്റ്റെയർ എന്ന് പറഞ്ഞാൽ 4 എണ്ണത്തിൽ 1 2 3 4 5 6 4 സ്റ്റെയറിന് 6 എണ്ണം കൊടുക്കണം. അത് വർത്താണോ? നമുക്കത് പിന്നെ അല്ലേ. അതാകുമ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു സ്ലാബ് ലാഭിക്കാം. ഇവിടെ എങ്ങനെയാകുമ്പോൾ ഒറ്റ സ്ലാബ് മതി. എന്നിട്ട് ഇവിടെ അങ്ങനെ കൊടുക്കാം. അതല്ലേ വൃത്തി. അതാണ് വൃത്തി. എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് പക്ഷേ സ്ലാബിനുള്ളത് ലേസ്. നമുക്ക് നല്ലോണം ലഭിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഞാൻ അധികമായിട്ടൊരു ലെയറാണ്. അതിവിടെ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ പൊട്ടിക്കണ്ടേ, അതാണൊരു വിഷയം. ഓക്കെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ നമുക്കിത് ഫുള്ളാണ് പൊട്ടിച്ചിട്ട് അവസാനം ഒരുമിച്ച് കിട്ടക്കാം മീസ്. ഇതിൽ കൂടെ നമുക്ക് അത്യാവശ്യം നല്ല ബ്ലോക്കും കിട്ടും. ബ്ലോക്ക് നാളെ അടുത്ത് പോയാൽ എല്ലാ ബ്ലോക്കും നമുക്ക് ഇതിൽ തന്നെ തിരിച്ചും കിട്ടും. സോ അതിനെപ്പറ്റി വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ 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 പക്ഷെ ഇവിടെ ബാക്കിൽ അവസാനം നമുക്ക് ആ മുന്നിൽ മാത്രം പോരെ. അത് ഇവിടെ എന്തിനാണ്ടോ ഇവിടേക്ക് ഇവിടെ
ഇപ്പോൾ ഇവിടെ അങ്ങനെയാണല്ലേ? അല്ല, ഇവിടെ കൊന്നു മതി ഗൈസ്, വെറുതെ സ്ലാബ് കളയണ്ടല്ലോ. അയ്യോ. അപ്പോൾ ഗൈസ് എൻ്റെ ഈ സ്ലാബ് ടെക്നിക് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് കമൻറ്റ് അടിക്കൂ ഗൈസ്. അപ്പോൾ അതുമാതിരി നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അതിലാണ് നമ്മുടെ ആദ്യത്തെ വീടിൻ്റെ ഐഡിയ പൊട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വീടിന് സെറ്റ് ചെയ്യുന്നത്. ഇവിടെയും വേണ്ട, ഇതിനെക്കൊണ്ട് എനിക്ക് വലിയ ലാഭമൊന്നും വരാനില്ല ലേസ്, ഒരിത്തിരി ലാഭം വരാനുണ്ട്, അത്രേ ഉള്ളൂ. ഇഭാഗം ഇനിയിപ്പോൾ പൊട്ടിക്കണം, ഇതും പൊട്ടിക്കണം, ഇതും പൊട്ടിക്കണം. അയ്യോ, വീണ്ടും മണ്ടത്തരം. ഇവിടെ ബ്ലോക്ക് തന്നെയല്ലേ വേണ്ടേ? അതോ ഇനി ഇവിടെ നമുക്ക് സ്റ്റെപ്പ് വെക്കണോ? ഇവിടെ സ്റ്റെപ്പ് അങ്ങനെ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഞാൻ കുറച്ചും കൂടി കട്ടയിറക്കി കുറച്ചും കൂടി സ്റ്റെപ്പ് ഉണ്ടാക്കാം. ഓക്കെ, സ്റ്റെപ്പ് അങ്ങനെ കുറച്ച് കാണും. 20 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അത് രസമുണ്ടല്ലേ ഒരു കുറ്റിങ്ങനെ താട്ടിങ്ങനെ ഇറങ്ങിക്കുന്ന മാതിരിയും. മതി, ഇങ്ങനെ മതി, ഭംഗിയുണ്ട്. ഇവിടെ ഒന്ന്, അപ്പോൾ ഇവിടെ വേണ്ട, ഇവിടെ ഒന്ന് മതി. എങ്ങനെയൊക്കെ ലാഭിക്കാമെന്നാണ് കേസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഇവിടെ എന്താ സ്ലാബ് ഇടണം അല്ലേ? ഏയ് ആടുകുട്ടൻ, സുഖമാണോ? സിറ്റീസ് ചുറ്റും ഇങ്ങനെ ചെയ്യണോ? വേണോ? വേണ്ട, ഇവിടൊക്കെ പക്ഷെ ചുറ്റും ചെയ്താലേ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. അതെ, ഇല്ല ഇവിടെ വരച്ച് ചെയ്യാം. കോബിൾ സ്റ്റോൺ കഴിയാനായി. ഞാൻ പോയി കുറച്ച് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്ത് വരാം. അവിടെ നമ്മുടെ ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഉണ്ടല്ലോ. സോ നോ വറീസ്. ലേഖടിച്ചു ഗായ്സ്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന നേരം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പിക്കാക്സാണ് നോക്കിയിട്ടുണ്ടാകും ഗൈസ്. കാരണമൊന്നുമില്ല, നോക്കിയിട്ടുണ്ടാക്കാം. ഇനിയിപ്പോൾ തുറന്നു തുറന്ന് മറ്റേ കേവിൻ്റെ അടുത്തേക്ക് എത്തുമോ അറിയില്ല ഗൈസ്. ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യ് ഗൈസ്, വെറുതെ നിൽക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. അതെന്തൊരു പരസ്യമില്ലേ ഇതുകൊണ്ടത്തെ? ആ 27 ഇങ്ങനെ പിടിച്ചു ഗൈസ്. ഇങ്ങനെ ഞാൻ ഈ റോ മുഴുവൻ കൂട്ടിച്ചെടുക്കട്ടെ ഗൈസ്. അതായിരിക്കും നല്ലത്. അപ്പോൾ അത്യാവശ്യം ഉണ്ടാവും. പിക്കാക്സ് ഒട്ടി കുഴപ്പമില്ല. ഞാൻ തൽക്കാലം ലൈറ്റ് ആവാനായി. പിക്കാക്സ് ഒന്നും ഉണ്ടാക്കാൻ ഞാൻ വേഗം പോയിട്ട് 20 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് സ്മെൽറ്റ് ആവുകയും ചെയ്യും, നീ എൻ്റെ പണി നടക്കും.
സോ ഏത് ബുദ്ധി. പക്ഷെ അവിടേക്ക് ലോഡാവും തോന്നുന്നില്ല ഗൈസ്. അയ്യോ ഇത് 10 ആവട്ടെ, കുറയ്ക്കാതെ നയ്യേ. നമ്മൾ നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. ശുഭദിനം കയ്യാനായി. നമുക്ക് അവിടുത്തെ പിക്കാക്സ് ഉണ്ടാക്കാം. ദോ പിക്കാക്സ്. ഇത് പൊട്ടിച്ചെടുക്കാം. ഇത് നമുക്ക് അവിടെ കൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അതാകുമ്പോൾ വേഗം സ്മെൽറ്റ് ആവുമല്ലോ. വേഗം സ്മെൽറ്റ് ആവും മീൻസ് ഞാനവിടെ പൊട്ടിക്കുമ്പോഴും അവിടെ സ്മെൽറ്റ് ആവൽ നടക്കുമല്ലോ. ഏത് ബുദ്ധി അതി ബുദ്ധി. അവിടെ വെച്ച് ഇത് വെച്ച് കോബിൾ സ്റ്റോൺ വെച്ച് നമുക്ക് യാത്ര തിരിക്കാം ഗൈസ്. അതുപോലെ അയാണ് അയൺ എടുത്തിട്ട് വരാം ഗൈസ്. അയ്യോ അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലടി. ഇനിയിപ്പോൾ ഇതെല്ലാം തിരിച്ചു കയറണ്ടേ? ഇത്രേ ഉള്ളൂ. ഇവിടെ എന്തുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഡയറക്റ്റ് കയറാം. സാധാരണ ഞാൻ കോബിൾ സ്റ്റോൺ ഇട്ടിട്ടാണ് കയറൽ. ഇപ്പോഴാണ് കോബിൾ സ്റ്റോൺ പൊട്ടിക്കുന്നതിൻ്റെ പണി മനസ്സിലായത്. നമുക്കൊരു പരിപാടി ചെയ്യാം. നമുക്കതിങ്ങനെ പൊട്ടിച്ചിട്ട് തന്നെ പോവാം. അപ്പോൾ നമുക്ക് വഴി കൂടെ അത് കിട്ടുകയും ചെയ്യും, നമുക്കിത് സെറ്റാവുകയും ചെയ്യും. ഏത് ഇനിയിപ്പോൾ കോബിൾ സ്റ്റോൺ ഗൈസ്. ഇനി നമുക്ക് മുകളിലെ ബ്ലോക്ക് ഇട്ടിട്ട് തന്നെ പോവാം. ഒരു ബ്ലോക്ക് ലാഭിച്ചേ, വീണ്ടും ഒരു ബ്ലോക്ക് ലാഭിച്ചേ. ഇനി അടിയ ബ്ലോക്ക് ലാഭിക്കാൻ പറ്റിയ ഇവിടെ തന്നെ. ഇവിടെയും ബ്ലോക്ക് ലാഭിച്ചു, ഇവിടെയും ബ്ലോക്ക് ലാഭിച്ചു, ഇവിടെയും ബ്ലോക്ക് ലാഭിച്ചു. ലാഭജീവിതം. ഇനി ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ഇങ്ങനെ അങ്ങ് പിടിച്ചു പോട്ടെ ഗൈസ്. 13 കോബിൾ സ്റ്റോൺ നമുക്ക് കയ്യിലേക്ക് കിട്ടി. അത് നല്ലൊരു എമൗണ്ടാണ്. കാരണം നമ്മൾ വെറുതെ പോയതാണ്. വെറുതെ പോയ മീൻസ് അയൺ എടുക്കാൻ പോയതാണ്. ഇതെല്ലാം കൂടി പൊട്ടിക്കുമ്പോഴത്തേക്ക് കൃത്യം എത്ര കിട്ടുമെന്ന് പറയണം ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യും ഗൈസ്. എൻ്റെ അടുത്ത് ഇതാ കറക്റ്റ് 38 ഉണ്ട്. ഈ മൂലക്കത്തെ അതായത് ഇതാ കാണിച്ചു തരാം. ഇത് മുഴുവൻ പൊട്ടിക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങൾ പറയാം ഗൈസ്. സിമ്പിൾ ആൻസറാണ്. നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് എൻ്റർടൈനിങ്ങും കുറച്ച് പഠിക്കലും കുറച്ച് ഗെയിം കളിയും കുറച്ച് അടിപൊളിയും അടിച്ചുപൊളിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും ഗൈസ്. സോ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്, സന്തോഷിക്കൂ ഗൈസ്. എത്രയായി? ഒരു സ്റ്റാക്ക് ഒറ്റയുള്ളൂ. എന്നതൊക്കെ കൊണ്ടുപോയിട്ട് മോള് സ്മെൽറ്റ് ചെയ്യാൻ വെക്കട്ടെ. അങ്ങോട്ടേക്കൊന്നും വലിയതോ തന്നെയാണെന്ന് തോന്നുന്നില്ല ഗൈസ്. വലിയ കേവാണെന്ന് തോന്നുന്നില്ലേ? കറിക്കോ അപ്പോഴത്തേക്ക് അത് കുക്കാവട്ടെ ഗൈസ്. അവിടെ പോയാലിത് കുക്കാവൂലേ? അത് ഇനി ഉള്ളോട്ട് കൊണ്ടയ്ക്കണം. ഇനി ഉള്ളോട്ട് കൊണ്ടയ്ക്കാം ഗൈസ്. നമുക്കിത് ഇനിയും ഉള്ളോട്ട് കൊണ്ടയ്ക്കാം. നമ്മൾ പൊളിക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്കെലട്ടറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ കോബിൾസ്റ്റോൺ, ഇവിടെ വുഡ്, ഇവിടെ ഓക്കെ. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചാലോ?
രാത്രി. ഓക്കെ, അതാ ഗൈസ്. ഇവിടെ വേണ്ട, നമുക്ക് ഇങ്ങോട്ട് തന്നെ പൊളിച്ചങ്ങ് പോകാം ഗൈസ്. ഇത് വലിയൊരു റൂമായി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ ട്രേഡിങ് ഹാളോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം ഗൈസ്. അതിനോട് കണക്കാക്കിയിട്ട് പൊളിക്കാം. ഇത് പാടത്തപ്പോഴത്തേക്ക് അത്യാവശ്യത്തിനുള്ള ബ്ലോക്ക് ഇത് മതിയാവില്ല ഗൈസ്, വേണ്ടതാണ്. ഈ ഇപ്പം നിലത്തിറങ്ങുന്ന ബ്ലോക്കും ഞാൻ പൊട്ടിക്കാൻ പോകുന്ന ബ്ലോക്കും കൂടി ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് ബ്ലോക്ക് ഉണ്ടാവും. അത് മതി. പിന്നെ നമ്മുടെ തറവാട് സ്റ്റൈൽ വീട് എന്ന് പറയുമ്പോൾ 2 നില ഉണ്ടാവില്ലല്ലോ ഗൈസ്, ഇത്ര നിലയല്ലേ ഉണ്ടാവുക. അപ്പം അതും ഓക്കെയാണ്. ഗൈസ്, ബേസിക്കലി നമ്മൾ നമ്മുടെ തംബ്നെയിലിനെ കുറച്ച് ക്വാളിറ്റി ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. അത് നിങ്ങളിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ തംബ്നെയിൽ കണ്ടിട്ടാണല്ലോ ഗൈസ്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ഒന്ന് റെഡിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇമ്പ്രൂവ് ആവും. അപ്പോൾ നമ്മുടെ ഈ ഇമ്പ്രൂവ് ജേണി കാണണം എന്നുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്ത് പറഞ്ഞാലും അവസാനം സബ്സ്ക്രൈബ് ഗൈസ്. നമുക്ക് സെറ്റാക്കണ്ടേ, നമുക്ക് പൊളിക്കണ്ടേ ഗൈസ്. ഡെയിലി നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയം ഞാൻ ചിലവാക്കുന്നതിന് വേണ്ടിയെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഒരടിയും കൂടി ഇങ്ങോട്ടാക്കിയാലോ, കുറച്ചുകൂടി ഒന്ന് ഇങ്ങോട്ടാക്കിയാലോ, ലേശം ഒന്നും ഇങ്ങോട്ട്. ഞാൻ ഫർണസിലത് വെച്ച് വന്നിട്ട് നമുക്ക് ബാക്കി ബിൽഡ് ചെയ്യാം. ഇപ്പം 55 ഉണ്ട്. ഇനി 64 നമുക്ക് പോയിട്ട് വുഡും കളക്ട് ചെയ്ത് തരാം ഗൈസ്. വേണ്ടാത്ത കുറേ ചവറുണ്ട്, ഒക്കെ അവിടെ വെക്കാം. അയ്യോ, അയാണ് ഇപ്പോൾ തൽക്കാലം അടക്കട്ടെ. പിന്നെ ഒറ്റ സ്റ്റിക്കായിട്ട് വേണ്ട. അത് ഗൈസ്, ഞാൻ വേഗം പോയിട്ട് ഒരിച്ചിരി ഇതും കൂടി ബെർച്ചും കൂടി എടുത്ത് വരാം ഗൈസ്. ഓക്കെ, ഇത്ര മതി. നമുക്ക് ഇങ്ങനത്തെ 3 മരം മുറിക്കാം ഗൈസ്. 3 മതിയാവും. 3-4 ഇവിടെ കുറേ ഉണ്ടല്ലോ, കാടല്ലേ. അവന്മാർ ഏതൊരു ബ്രോ മൈൻക്രാഫ്റ്റ് സെറ്റിങ്സ് മാറ്റാൻ അറിയില്ല ബ്രോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്രോ പറഞ്ഞാൽ മനസ്സിലായില്ല എന്ത് സെറ്റിങ്സാണ് ഉദ്ദേശിച്ചതെന്ന്. ബ്രോ ഈ വീഡിയോയും കൂടി കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പേര് ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഇത് മതി, ഈ ഒന്നും കൂടി പൊടിച്ചാൽ ഇത് മതി. തുമ്പപ്പൂ വരില്ലേ നമ്മുടെ നാട്ടിൽ, അതുപോലെ ഉണ്ടോ കാണാൻ. നമ്മുടെ ബാംബൂ ഫോറസ്റ്റ് സെറ്റാകുന്നുണ്ട്. എൻ്റെ കൂട്ടിലുള്ള ആൾക്കാരൊക്കെ പോയി. നമുക്ക് ബീട്രൂട്ട് തിന്നു ഗൈസ്. വയറ് നിറയെ പെട്ടെന്ന്. തൽക്കാലത്തേക്കുള്ള അതിനകത്തുണ്ട്. എൻ്റെ വയറായി പെയിൻ്റ് പോയാലോ. ഇതിവിടെ ഇട്ട് എല്ലാം മുറിച്ചെടുക്കാം ഗൈസ്. കോഴി കൂകുന്നത് പോലെ ഗൈസ് എൻ്റെ നായി കൂകുന്നേ. വൃത്തിയിട്ട നായി. ഇതോടൊക്കാം ഒരു സ്റ്റേക്ക് എടുത്തോട്ടെ. ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. നമുക്ക് തീരുമ്പോൾ ഇട്ടെടുക്കാം.
ഓക്കെ ഇത് പിന്നെ ഐറ്റാവാനായില്ലേ ഇത് നമുക്ക് ബാക്കിയുള്ള പണി ചെയ്യാം. നമുക്ക് ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി നീളം കൂട്ടണം എന്നായിരുന്നു നമ്മൾ സംസാരിച്ചു വന്നത്. അപ്പോൾ ഇതെടുത്ത് ഇപ്പം റെഡി ആയിട്ടുണ്ടോ? ഇത് പൊട്ടിച്ചിട്ട് ഇനി വെക്കണം. നമുക്ക് കുറച്ച് സ്ലാബ് ഉണ്ടാക്കാം. അതിന് മുന്നേ നമുക്കൊന്ന് നന്നായി വിശന്നിട്ടാണോ ഇവ അറിയുന്നത് അറിയില്ല ഗൈസ്. നമുക്കിന്ന് കുറേ നേരം ഇരുന്ന് കാല് കടച്ചിട്ടായിരിക്കും ചിലപ്പോൾ. ഓക്കെ കൂടെ പോരെ. ഞാൻ ഇവിടെ ഇതെടുക്കട്ടെ. ഇതിലുള്ള എടുക്കാം. 19 ഒരു സ്റ്റാക്കും 10 യെസ്. അപ്പോൾ ഇത് 72 കൂടി ഉണ്ടാക്കാം. 72 പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സ്ലാബ് ഉണ്ടാക്കാം ഗൈസ്. സ്ലാബ് ഉണ്ടാക്കാം. സ്റ്റെപ്പ് ആദ്യം ഉണ്ടാക്കിയേക്കാം. എവിടെയാ സ്റ്റെപ്പ്? മതി. ബാക്കി ഫുൾ സ്ലാബാക്കാം. ബാക്കി വേറെ ഒന്നിനും വേണ്ടി മാറ്റിയേക്കുന്നില്ല. ഫുൾ സ്ലാബ്. ഇനി നമ്മുടെ സ്റ്റെപ്പ് എടുക്കുക. ഇവിടെ പ്ലേസ് ചെയ്യുക. ഇവിടെ പ്ലേസ് ചെയ്യുക. ഇവിടെ പ്ലേസ് ചെയ്യുക. മൂലയില്ലേ? ഓക്കെ. ഇവിടെ ഇവിടെ ഓക്കെ. ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യുക. ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യുക. ഇവിടെ ഇവിടെ ഇവിടെ. ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ഔട്ട്ലുക്ക് നോക്കാം. ഓക്കെ. നമുക്ക് ഇവിടെയുള്ള കുറച്ച് ബ്ലോക്ക് മാറ്റണം. എന്നാലും നമുക്ക് ഇവിടേക്കുള്ള വ്യൂ വരെ കിട്ടുള്ളൂ. ഇവിടം വരെയുള്ള കൂട്ടിച്ചറിയാം. എന്നിട്ട് അവസാനം ഒന്നുകൂടി ഷേപ്പാക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി ബ്ലോക്ക് പോവും. കുറച്ചുകൂടി ബ്ലോക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ലാൻഡ് പിന്നെ എന്തെങ്കിലുമൊക്കെ പെയ്യാലോ ഗൈസ്. ഗൈസ് അപ്പം അങ്ങനെയുണ്ട് ഗൈസ്. ഇപ്പോൾ സെറ്റാണ്. ഇവിടെ ഇല്ല എണ്ണ ഒന്ന് എടുത്താലോ. 1 2 3 4 5 6 7 മാറും. 1 2 3 4 7ഉം 4 1 2 3 4 5 6 7 1 2 3 4 ഓക്കെ സെറ്റ്. ഇങ്ങോട്ട് സ്റ്റെപ്പ് ഇട്ടാലോ? വേണ്ട. ഇവിടേക്ക് ഞാൻ വേറൊരു ഇതാണ്. ഇതിപ്പോൾ ഇവിടേക്ക് ലാൻഡ് കൂട്ടേണ്ടി വരുമോ? ഓക്കെ ഗൈസ്. അപ്പോൾ ഇതുവരെയുള്ള പ്ലാന് സെറ്റ്. ഇനിയിപ്പോൾ വേറെ സാധനം ചെയ്യാണ്ട് റൂഫിങ്ങൊക്കെ പിന്നെ അത് സെറ്റാക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ നീളം കുറയ്ക്കണമല്ലേ? വേണ്ടല്ലേ? ഇതാണ് അതിൻ്റെ ഒരു തറവാടിത്തം. മതി. ഇനി ഇവിടെ നമ്മളൊരു പില്ലർ കൊടുക്കാം ഗൈസ്. ഒരു 1 2 3 4 2 3 ഓക്കെ. അപ്പോൾ 1 2 3 ഇതില്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബ്ലോക്ക് വരിക. ഓക്കെ. അപ്പോൾ ഇവിടെ 1 2 3 ഇത്
അയ്യോ വൺ 2 3 സെറ്റ്. നമുക്ക് ഇവിടെ അങ്ങോട്ട് ചാടാൻ പറ്റുമോ? ആ പറ്റുമല്ലോ. ആ വേണ്ട. ഓക്കെ ഇവിടെ നമുക്ക് ചിലപ്പോൾ ഉണ്ടെന്നായിരിക്കും. നമുക്ക് ശ്രമിച്ച് നോക്കാം. ഇവിടെ ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒന്നുകൂടെ ഇങ്ങനെ എടുത്താലോ? ഭംഗിയുണ്ടോ അത്? ഗൈസ് ഇപ്പം ഐഡിയ മൈൻഡിലേക്ക് വന്ന് വീടിൻ്റെ മുന്നിലല്ല, വീടിൻ്റെ ഏതെങ്കിലും ഒരു വശത്തായിട്ട് നമുക്കൊരു തുളസി തറ സെറ്റാക്കാം ഗൈസ്. ഇതങ്ങനെ വെക്കുന്നതാണോ അതോ ഇതിങ്ങനെ വെക്കുന്നതാണോ വൃത്തി? മറ്റേ കാര്യം ഗൈസ് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഞാൻ മറ്റേ ഭാഗവും ഇതുമാതിരി ഒന്ന് കവർ ചെയ്യട്ടെ. ഒന്നുകൂടെ അപ്പോൾ അത് സെറ്റായി. ഞാൻ അവിടെ ഫെൻസ് ഇടും ഗൈസ്, അപ്പോൾ വലിയ വിഷയം ഉണ്ടാവില്ല. അതുപോലെ എൻ്റെ മൈൻഡിൽ വേറൊരു ഐഡിയ ഉണ്ട്. അല്ല അതൊക്കെ നമുക്ക് ഫൈനൽ സ്റ്റെപ്പിലേക്കുള്ളതാണ്. നടുവിൽ നമുക്കൊരു എന്തെങ്കിലും മെയിൻ സ്റ്റോറേജ് ഏരിയ അങ്ങോട്ട് കിട ഞാൻ അതിനെ കൂട്ടാത്ത ഇതാ ഇവിടെ ഓക്കെ. ഇവിടെ അല്ലേ? യെസ് സെറ്റ്. ഇനി ഇത് ഇവിടെ എങ്ങനെ ഇതുകൂടി ഓക്കെ. ഇവിടെ ഈ മൂലക്കത്തുള്ളൊക്കെ ഓടിച്ചാലോ? ഓടിച്ചു നോക്കാം. ഇല്ലെങ്കിൽ ഇവിടെ പിക്കാക്സ് കൊടുത്തിട്ട് ഞാൻ വുഡ് വിളിക്കുന്നു. ഇങ്ങനെ കൊടുത്താലോ? ആ മതിയില്ലേ? അത് മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതും പൊളിക്കാം. ഇതും വേണ്ട. 39% ചാർജ്. നമുക്ക് ഈ ഐഡിയ ഉള്ളതിനെ കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം സോർട്ടായി. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ എൻ്റെ സമയമായി. നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഇതങ്ങോട്ട് അയ്യാ പൊട്ടിക്കട്ടാലോ സെറ്റ്. അപ്പോൾ ഇതാണ് ഗൈസ്. ക്ലച്ച് കിട്ടിയില്ല. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ തറയിടൽ ചടങ്ങ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ തറയിടൽ ചടങ്ങ്. നമ്മൾ തറയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു വീടുണ്ടാക്കണം. അപ്പോൾ ഗൈസ് തറവാടി ഗെവറി ഒരു തറവാടി വീഡിയോ കണ്ട എല്ലാ തറവാടികൾക്കും താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ നാളെ. ടിൽ ദെൻ ബൈ.